അങ്ങനെ ആ സ്നേഹ ചലഞ്ച് പൂർത്തിയായിരിക്കുന്നു. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. ഒപ്പം തന്നെ സന്തോഷമുള്ള കാര്യം ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ പറഞ്ഞ ആ നിർദ്ദേശം ഏറ്റെടുത്ത് ആദ്യം ഇത് നടപ്പാക്കിയത് ചന്ദനപ്പള്ളി വലിയ പള്ളിയാണ്. പ്രവാസി കൂട്ടായ്മയുടെ പിന്തുണയിൽ സഭയുടെ കീഴിലുള്ള സഭയുടെ അല്ലെങ്കിൽ ചുറ്റുപാടുള്ള ഒരു വീടിന് പുതിയ മുഖം നൽകിയിരിക്കുന്നു. അതായത് വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട തുക ഒഴിവാക്കി അത് കാരുണ്യ പ്രവർത്തനത്തിനായി നീക്കിവെക്കാനുള്ള തീരുമാനം വളരെ വേഗം നടപ്പാക്കിയതാണ് വലിയ പള്ളി ചന്ദനപ്പള്ളി പള്ളിയുടെ പ്രവർത്തകർ, അതിൻ്റെ ട്രസ്റ്റികളും ഒപ്പം തന്നെ വികാരി അടക്കമുള്ള ആളുകളുമാണ് ഇപ്പോൾ ഉള്ളത്. ഒപ്പം തന്നെ ആദ്യ തീരുമാനം നമ്മൾ വേഗത്തിൽ നടപ്പാക്കിയല്ലേ. നമ്മുടെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പ്രത്യേകമായ ഒരു ആഹ്വാനമായിരുന്നു ഈ വർഷത്തെ പെരുന്നാളിന് മുണ്ടക്കൽ വെടിക്കെട്ടിനോടനുബന്ധിച്ചുള്ള അപകടാവസ്ഥയിൽ ആർഭാടങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത്. വെടിക്കെട്ടും ആർഭാടങ്ങൾ ഒഴിവാക്കുക. നമ്മൾ ഈ വർഷം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒത്തിരി ആർഭാടങ്ങൾ കുറയ്ക്കുക, എന്നാൽ അനുഷ്ഠാനങ്ങൾക്കോ ആചാരങ്ങൾക്കോ ഒരു മാറ്റവും വരുത്താതെ ആഘോഷങ്ങളെ കുറേയൊക്കെ ഒഴിവാക്കി അതിൽ നിന്ന് കിട്ടിയ തുകയും അതോടൊപ്പം തന്നെ ഇടവകയിലെ പ്രവാസ ലോകത്ത് ജോലി ചെയ്യുന്നത്, വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യക്ക് അകത്തും പുറത്തുമായിട്ട് ജോലി ചെയ്യുന്ന എല്ലാ ആളുകളുടെയും കൂടി കൂട്ടായ ഒരു സഹകരണവുമായിട്ട് ഇങ്ങനൊരു ഭവനം നിർമ്മിക്കുവാനായിട്ട് സാധിച്ചു എന്നത് വലിയൊരു കാര്യമായിട്ട് ദൈവസന്നിധി വലിയൊരു കാര്യമായിട്ട് ഞങ്ങൾ കാണുകയാണ്. പ്രചോദനമായി തീർന്നത് പരിശുദ്ധ ബാബ തിരുമനസിൻ്റെ ആഹ്വാനമാണ്. ഏതാണ്ട് ഒരു 2 മാസത്തിനുള്ളിൽ മാത്രമേ ഇതിൻ്റെ പണികൾക്ക് ആയിട്ടുള്ളൂ. പെരുന്നാൾ മെയ് മാസം 8-ാം തീയതിയാണ് അവസാനിച്ചത്. അതിനുശേഷമാണ് ഇതിൻ്റെ പണികൾ ആരംഭിച്ചത്. ജൂൺ മാസം അവസാനമായപ്പോഴേക്കും പണികൾ ഏകദേശം പൂർത്തീകരിച്ച് വാസയോഗ്യമായ നല്ലൊരു ഭവനമായിട്ടിത് പൂർത്തീകരിക്കുവാനായിട്ട് സാധിച്ചു. ചന്ദനപ്പള്ളി ആഗോള തീർത്ഥാടന കേന്ദ്രമായ ചന്ദനപ്പള്ളി വലിയ പള്ളിക്ക് ഇതൊരു അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഭവമാണ്. പ്രത്യേകിച്ച് പരിശുദ്ധ സഭയുടെ പരമാധ്യക്ഷൻ്റെ ആഹ്വാനപ്രകാരം ആ പെരുന്നാളുകളുടെ ആഡംബരം കുറച്ചുള്ള പദ്ധതി പ്രകാരമുള്ള ആദ്യ ഭവനം, സഭയിൽ തന്നെ ആദ്യത്തെ ഒരു ഭവനം എന്നുള്ള നിലയിൽ ഞങ്ങളിത് സഭയ്ക്ക് സമർപ്പിക്കുന്നു, നാടിന് സമർപ്പിക്കുന്നു. അതിനേക്കാളപ്പുറമായി ഏതാണ്ട് 75 വയസ്സിന് പ്രായമുള്ള വൃദ്ധ ദമ്പതികളാണ് ഇവിടെ താമസിക്കുന്നത്. അവർക്ക് അവരുടെ മുമ്പാകെ വളരെ സ്നേഹത്തോടെ താഴ്മയോടെ ഞങ്ങളിത് സമർപ്പിക്കുകയാണ്. അത് ഞങ്ങൾ അഭിമാനത്തോടെ സമർപ്പിക്കുന്നു. സ്നേഹ ചലഞ്ച് പോലെ ആയില്ലേ, സ്നേഹം തന്നെയാണ്. തീർച്ചയായിട്ടും ചന്ദനപ്പള്ളി വലിയ പള്ളിയെ സംബന്ധിച്ചോളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എന്നും മുൻപന്തിൽ നിൽക്കുന്ന ഒരു ദേവാലയമാണ്. ദേവാലയത്തിൻ്റെ ഇടവക മെത്രാപ്പോലിത്ത അഭിമന്യ സറാഫിൻ തിരുമേനിയുടെ വലിയൊരു പ്രോത്സാഹനവും ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ചന്ദനപ്പള്ളി വലിയ പള്ളിയുടെ ആഗ്രഹവും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീട് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇത് ആർക്കാണ് നൽകിയതെന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷേ അർഹതപ്പെട്ടവർക്ക് തന്നെ നൽകിയല്ലേ. തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും അർഹതയുള്ള ഇടവകയിലെ ഒരു കുടുംബാംഗത്തിനാണ് നമ്മൾ ഈ ഭവനം സമർപ്പിക്കുന്നത്. അത് ആ വ്യക്തിയുടെ വിവരങ്ങളോ ഒന്നും തന്നെ നമ്മൾ പുറത്തേക്ക് അറിയിക്കുന്നില്ല. ഒരു ഭവനം അവരുടെ തന്നെ ഒരു ഇഷ്ടപ്രകാരമാണ്. ഓടിട്ട ഒരു മനോഹരമായ ഒരു ഭവനമാണ്. ഒരു ചോരാതെ ഒരു വീട് നിങ്ങൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചു. അവരുടെ ആഗ്രഹത്തെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഓടിട്ട മനോഹരമായ ഒരു വീട് പരിശുദ്ധ ബാബ തിരുമേനി ഇങ്ങനെ ഒരു സ്നേഹ ചലഞ്ച് ആഹ്വാനം ചെയ്ത് 60 ദിവസത്തിനകം തന്നെ നമുക്ക് ഈ ഭവനത്തിൻ്റെ പണികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഇതിലെ ഏറ്റവും സന്തോഷകരം ലോക പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള 6ാമത്തെ ഭവനം കൂടിയാണിത്. ഇത് ഞങ്ങൾ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് വളരെ വിനയത്തോടുകൂടി സമർപ്പിക്കുകയാണ്. അപ്പോൾ ആ സന്തോഷത്തിലാണ് പള്ളി ഭാരവാഹികളും ഒപ്പം തന്നെ അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും. പറഞ്ഞതുപോലെ തന്നെ അർഹതപ്പെട്ടവർക്ക് ഒരു സ്നേഹ സമ്മാനം നൽകാൻ കഴിഞ്ഞു. വെടിക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ആ പണം അതിനുവേണ്ടി വിനിയോഗിക്കേണ്ടതില്ല, ഇതേപോലെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് മാറ്റിവെച്ചുകൂടെ എന്ന് ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ നിർദ്ദേശം വെച്ചത്. ആദ്യം തന്നെ അത് ചന്ദനപ്പള്ളി വലിയ പള്ളി നടപ്പാക്കിയിരിക്കുന്നു. മറ്റു പള്ളികളും ഇതേപോലെയുള്ള കാരുണ്യത്തിൻ്റെ വഴിയിലാണ്. ചന്ദനപ്പള്ളിയിൽ നിന്ന് പ്രസാദ് വെട്ടിപ്പുറത്തിനൊപ്പം കൃഷ്ണമോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.